സൂരജ് സർ. എന്റെ കൃഷ്ണ, എന്റെ അടുത്ത് നീ ബ്രഹ്മചാരി എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്താ. നന്നായി ദാഹിക്കുന്നുണ്ടല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? നല്ല സൗന്ദര്യമുള്ള ശില്പമാണല്ലോ. നിന്റെ ഇടപ്പില് എന്തിനാണോ സുന്ദരി ഈ കുടം വെച്ചിരിക്കുന്നത്? എന്റെ കൃഷ്ണ, ഈ പൊളിറ്റീഷ്യന്റെ മോനിപ്പോ എവിടെ നിന്നാണോ എന്തോ വന്നേ. പ്രതിമ അനിങ്ങി. ഖുശ്ബു, നിനക്കെന്താ ഇവിടെ കാര്യം? നിന്നെ അവരെല്ലാം അവിടെ വെയിറ്റ് ചെയ്യാ. ചെല്ല. ഈ മെഡിസിൻ കഴിച്ച അനുരാഗ് സാറിൻ്റെ ബോധം പോയാൽ പിന്നെ ടെസ്റ്റിലൂടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും പ്രോബ്ലം ആർക്കാണെന്ന്. സർ 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 സാർ എന്താ ചെയ്യുന്നേ? ഈ പ്രതിമ അനങ്ങി. ഈ പ്രതിമ അനങ്ങിന്ന്. ഇല്ല സാർ, ആ പ്രതിമ അനങ്ങിയൊന്നുമില്ല. സാറ് കുടിച്ചുകൊണ്ട് ചിലപ്പോൾ തോന്നിയതായിരിക്കും. ഇവിടെ 3-4 പെഗ് അടിച്ചാൽ ഞാൻ ഫിറ്റ് ആവില്ല. ഞാൻ പറഞ്ഞ സത്യമായി. ഈ പ്രതിമ അനങ്ങി. ഞാൻ പറയണമെന്ന് മനസ്സിലാക്ക്. എന്താ എന്ത് പറ്റി? അങ്ങനെ ഇയാളും സമ്മതിക്കുന്നില്ല. എന്ത് പറ്റി മോനെ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഈ പ്രതിമ അനങ്ങുന്നത് ഞാൻ കണ്ടതാ. ആ കാര്യം താങ്കൾ ഉടൻ തന്നെ ചെയ്യിക്കണം. അതെ, ഓക്കെ. ഹലോ ചേട്ടാ, ചേട്ടനൊന്നും കുടിച്ചില്ലല്ലോ, കുടിക്കോ? വേണ്ട, എനിക്ക് വേണ്ട. അനുരാഗ് ചേട്ടാ, ചേട്ടൻ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. കഴിക്ക്, ഈ ജ്യൂസെങ്കിലും ഏട്ടാ, ഇതെനിക്ക് വേണ്ടാഞ്ഞിട്ടാ. അയ്യോ പ്ലീസ് ഏട്ടാ, അതിഥികൾ വന്ന സന്തോഷത്തിലെങ്കിലും ഇതൊന്ന് കുടിക്കും. ശരി. മിക്കവാറും ഡോക്ടർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അനുരാഗ് ചേട്ടാ, ജ്യൂസ് കുടിക്കുന്നേ. അനുരാഗേട്ടാ, ഏട്ടനും എന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല, എനിക്കെന്റെ തല കറങ്ങുന്നത് പോലെ. അത് ഇന്നലെ മുതൽ പാർട്ടിക്കുള്ള തയ്യാറെടുപ്പിന്റെ തിരക്കിലായിരുന്നില്ലേ? മുകളിലത്തെ മുറി ചെന്ന് കുറച്ച് റെസ്റ്റ് എടുത്താൽ ഏട്ടന്റെ ക്ഷീണം എല്ലാം അങ്ങ് മാറും. ഇല്ല, കുഴപ്പമൊന്നുമില്ല. വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ ഞാൻ കൊണ്ടുപോവാം. വാ, എന്റെ കൂടെ വാ. വരൂ. ഈ പ്രതിമ അനങ്ങിയെന്ന് ഞാൻ പറഞ്ഞു. ഏയ് ഒന്നുമില്ല, മോനെന്റെ കൂടെ വാ. അങ്ങളെ മോനിക്ക് വന്നേ. ഞാൻ പറയുന്നത് ഇവർ ആർക്ക് വിശ്വാസം? അങ്ങനെ ഒന്നും ഇല്ലെന്നേ. മോനിവിടെ ഇരിക്കുക. ആ, ഇവിടെ ഇരിക്കുക. അങ്ങനെ
സൂരജ്, ഇവനൊന്ന് സൂക്ഷിച്ചോണേ. പാർട്ടിയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ശരി, ഞാൻ നോക്കിക്കോളാം. എന്റെ ദില്ലിയിലേക്കുള്ള ടിക്കറ്റ് ഇവന്റെ അച്ഛന്റെ കയ്യിലാ. ഇവൻ കുടിച്ചിട്ടുണ്ട്, പക്ഷെ അത് മുഖേന എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് ബാധിക്കാൻ പോകുന്നത് എന്നെയാ. ആ വരൂ വരൂ, അകത്തേക്ക് കൊണ്ടുവരൂ. അനുരാഗ് സാറിനെ ഇവിടെ എത്തിക്കാൻ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു. ഇനി വെറും 5 മിനിറ്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതെ, ഡോസ് കുറച്ച് മൈൽഡാണ്. ഇയാൾക്ക് എപ്പം വേണമെങ്കിലും ബോധം വരാം. ഡോക്ടർ പ്ലീസ്, ഇദ്ദേഹത്തിന്റെ ബ്ലഡ് സാമ്പിൾസ് ബോധം വരുന്നതിന് മുമ്പ് എടുക്കണം. ഗുലാബ് സിംഗ് സാർ, അല്ല സാറെന്തിനാ ഈ ത്രാസൊക്കെ ഉണ്ടാക്കിച്ചത്? മരുമകൾ ഗർഭിണിയാണ്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യം അനുസരിച്ച് മരുമകളുടെയും പിന്നെ മകന്റെയും ഭാരം ത്രാസിലാണെന്ന് അത്രയും ധാന്യം പാവപ്പെട്ടവർക്ക് പങ്കുവച്ചു കൊടുക്കും. അതിലൂടെ പാവപ്പെട്ടവരുടെ അനുഗ്രഹം ലഭിക്കും. കൂടാതെ ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് കണ്ണ് തട്ടുകയുമില്ല. ആരോ മോനും മരുമകളും എവിടെയാ? പപ്പയും സർപ്രൈസ് തരുന്ന കാര്യത്തിൽ മാസ്റ്ററാ. ഈ ത്രാസിന്റെ കാര്യമൊന്നും പപ്പയോട് ആരോടും പറഞ്ഞതുമില്ല. അനുരാഗേട്ട് മരുന്നിന്റെ ശക്തിയിൽ ബോധമില്ലാതെ കിടക്കായിരിക്കും. ആ അവസ്ഥയിൽ ഈ ത്രാസിൽ വന്ന് എങ്ങനെ ഇരിക്കാന്? അവര് രണ്ടുപേരും എവിടെയാന്നാ ചോദിച്ചത്? പപ്പ അനുരാഗേട്ടൻ ചിലപ്പോൾ പുറത്ത് ഗസ്റ്റിനോട് സംസാരിക്കുകയായിരിക്കും. പാർട്ടി എന്തായാലും ഇനി ഒരുപാട് നേരം ഉണ്ടല്ലോ. നമുക്ക് ഈ ചടങ്ങ് കുറച്ചുകൂടെ കഴിഞ്ഞ് നടത്താം. അല്ല മോനെ, അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ ചടങ്ങെന്ന് പറഞ്ഞാൽ അത് ആഗ്രഹം അനുസരിച്ച് ചെയ്യുന്നതല്ല. ശുഭമുഹൂർത്തം നോക്കി വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എടാ സൂരജ്, പറയൂ സാർ. അനുരാഗും മരുമകളും എവിടെയാണെന്ന് പോയി നോക്കിയേ. ശരി. ഓ മൈ ഗോഡ്, സൂര്യചേട്ടൻ ഈ വഴിക്കാണല്ലോ വരുന്നത്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? സൂര്യചേട്ടനെ ചേച്ചി തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. എനിക്ക് ചേട്ടന്റെ മുമ്പിൽ വരാൻ പറ്റില്ലല്ലോ. ഞാൻ പോയി അകത്ത് നോക്കിയിട്ട് വരാം. ഡോക്ടർ, ഇനി എത്ര സമയം വേണ്ടി വരും? ഒരു 2 മിനിറ്റ് കൂടി. അല്ല, കുഷ്പേട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നോ? അത് പിന്നെ ചേച്ചിയോടും അനുരാഗേട്ടനോടും സാറ് താഴേക്ക് ചെല്ലാൻ പറഞ്ഞു. ആക്ച്വലി ഞാൻ അനുരാഗേട്ടനെ കൊണ്ട് താഴേക്ക് വരാം. പക്ഷേ നിങ്ങളെ രണ്ടുപേരും കൂട്ടിക്കൊണ്ടേ അങ്ങോട്ട് ചെല്ലാവുന്ന എന്നോട് സാറ് പറഞ്ഞിരിക്കുന്നത്. അത് കുഴപ്പമില്ല, സൂരജ് താഴേക്ക് പോക്കോ. ഞാൻ അല്ല, അനുരാഗേട്ടൻ അവിടെ. അനുരാഗേട്ടാ, അനുരാഗേട്ടാ. സൂരജ്, അനുരാഗേട്ടാ, അനുരാഗേട്ടാ, എഴുന്നേക്ക്. ദേ സാറ് ചേട്ടൻ താഴേക്ക് വിളിക്കുന്നുണ്ട്. അല്ല, ഇതിപ്പോ ചേട്ടൻ നല്ല ഉറക്കത്തിലാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ സൂരജിനോട് പറഞ്ഞത് താഴേക്ക് പൊയ്ക്കോന്ന്. സൂരജ് പൊയ്ക്കോ, ഞാൻ ചേട്ടനെ കൊണ്ട് വന്നോളാം. പക്ഷേ നിങ്ങളെ രണ്ടുപേരെയും താഴേക്ക് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് സാറ് പറഞ്ഞത്. അത് പിന്നെ ഇതാ കണ്ടില്ലേ, ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാനാ? ഇദ്ദേഹം കുറച്ച് കൂടുതൽ കുടിച്ചു. ഇനിയിപ്പം ഈ അവസ്ഥയിൽ അച്ഛൻ്റെ അടുത്തോട്ട് എങ്ങനെ കൊണ്ടുപോകാനാ? അതാ ഞാൻ. അയ്യോ, അതോർത്ത് ചേച്ചി പേടിക്കണ്ട. ചേട്ടൻ ഞാനേ ഇപ്പൊ ഉണർത്തി തരാം. ഒരു മിനിറ്റ്. സൂരജ്, അതൊക്കെ അവിടെ കിടന്നോട്ടെ. അതൊക്കെ ഞാൻ പിന്നെ വൃത്തിയാക്കിക്കോളാം. ആദ്യം ചേട്ടനെ ബോധത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യം ചെയ്യാം. പപ്പയ്ക്ക് കാത്തിരിക്കുന്നത് ഇഷ്ടമല്ലാത്ത കാര്യമല്ലേ? ആദ്യം ചെല്ല്. അത് ശരിയാ. അനുരാഗേട്ടാ, അനുരാഗേട്ടാ എഴുന്നേക്ക്. ചേട്ടാ എഴുന്നേക്ക്. സാറ് ചേട്ടനെ താഴേക്ക് വിളിക്കുന്നുണ്ട്. ചേട്ടനെ സാറ് താഴെ വിളിക്കുന്നുണ്ടെന്ന്.
അല്ല ഞാനിപ്പോ എന്താ ഇവിടെ? ഇപ്പൊ ചേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? എല്ലാം ഓക്കെ അല്ലേ? പപ്പ നമ്മളെ രണ്ടുപേരും താഴേക്ക് വിളിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെന്നില്ലെങ്കിൽ പപ്പ മേലോട്ട് കയറി വരും. വാ വേഗം പോവാം. എഴുന്നേക്ക്. ശരി. താങ്ക് ഗോഡ്. ചെക്കപ്പും ബ്ലഡ് ടെസ്റ്റും എല്ലാം കൃത്യസമയത്ത് തന്നെ നടന്നു.